എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് എക്സാം ഓഫീസറിന് ചോദിച്ചിട്ടുള്ള SCRT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. കാണാത്തവർ ആദ്യം അത് കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. നമ്മൾ ഇന്ന് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാബർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് വന്നിരിക്കുന്നത് പുതിയ SCRT 9th-ലെ ജോഗ്രഫി ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവി എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇവിടെ പറയുന്നുണ്ട്, സിവാലിക് പർവ്വത നിരയ്ക്ക് സമാന്തരമായിട്ട് അതിന്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ബാബർ. അതിന്റെ വിസ്തൃതി ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നത് കൊണ്ട് നദികൾ ഈ ഭാഗത്ത് ദൃശ്യമാകുന്നില്ല. ഇവിടെ ബാബർ മേഖലയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ് വിസ്തൃതി. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നദികൾ ഈ ഭാഗത്ത് ദൃശ്യമല്ല. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം, ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഇനി വരുന്ന എക്സാമിന് ചോദിക്കും. അടുത്തത് ടെറായ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലയമാണ് ടെറായ്. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. ബാബർ മേഖലയിൽ നദികളില്ല, ഇവിടെ ഉണ്ട്. ടെറായ് മേഖലയിൽ ഈ അപ്രത്യക്ഷമാകുന്ന നദികൾ പുനർജനിക്കുന്നു. പിന്നെ എക്കൽ സമതലങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ടെറായ് മേഖലയ്ക്ക് തെക്കായിട്ട് പുതിയതും പഴയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. ഇതില് പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, PSC റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. എക്കൽ സമതലങ്ങൾ ബങ്കറും ഉണ്ട്, ഖാദറും ഉണ്ട്. ഇതില് പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ് ബങ്കർ എന്ന് പറയുന്നത്. അതുപോലെ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. ഇതൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓൾറെഡി പുതിയ SCRT-യിലെ എല്ലാ ജോഗ്രഫി ചാപ്റ്റേഴ്സും ചെയ്തിട്ടിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, എല്ലാവരും കാണുക. ഇനി വരുന്ന എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? നീലഗിരിയാണ്. ഇത് വന്നിരിക്കുന്നതും പുതിയ SCRT-യിൽ നിന്നാണ്. 9ാം ക്ലാസ്സിലെ തന്നെ ജോഗ്രഫിയിലെ ചാപ്റ്റർ ആണ് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ഈ ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത്. നമുക്ക് കുറച്ച് പോയിന്റ്സും കൂടെ പഠിക്കണം. കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് സഹ്യപർവ്വത നിര അല്ലെങ്കിൽ പശ്ചിമഘട്ടം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തെയാണ് സഹ്യപർവ്വതം എന്നും പറയുന്നത്. അതിന്റെ നീളം പഠിച്ചു വെക്കണം, PYQ ആണ്. 1600 കിലോമീറ്റർ ആണ്. ഈ മലനിരയാണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികായിട്ട് വരുന്നത്. ഏത്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ട മലനിരയാണ് ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അരികായിട്ട് വരുന്നത്. വടക്കു നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതത്തിന്റെ ഉയരം എങ്ങനെയാണ്? കൂടി വരികയാണ്
ചെയ്യുന്നത്. അടുത്തത് PYQ ആണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അതിന്റെ ഹൈറ്റും പഠിച്ചു വെക്കണം. 2695 മീറ്റർ ആണ്. ഇത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ഇമ്പോർട്ടന്റ് ആണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അതിന്റെ ഉയരം പഠിക്കണം. 2695 മീറ്റർ ആണ്. ഇത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. അടുത്തത് കേരളത്തില് പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് എങ്ങനെയൊക്കെയാണ്? ആനമല, ഏലമല. ആനമല, ഏലമല എന്നീ പേരിൽ അറിയപ്പെടുന്നുണ്ട്. കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയില് സഹ്യാദ്രി എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നൊക്കെയും കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സഖ്യപർവ്വതത്തെയാണ് അറിയപ്പെടുന്നത്. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദോഡാബെട്ട. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബെട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ്. മറ്റൊരു പ്രധാന കൊടുമുടി ഏതാണ്? ഒരെണ്ണം നമ്മൾ ആനമുടി പറഞ്ഞു. അടുത്ത ഏതാണ്? ദോഡാബെട്ട. അതിന്റെ ഹൈറ്റ് എത്രയാണ്? 2637 മീറ്റർ ആണ്. അടുത്തത് നമ്മൾ പശ്ചിമഘട്ടം പഠിച്ചു. ഇനി പൂർവഘട്ടമാണ്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞതാണ് പൂർവഘട്ടം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവഘട്ടത്തിന്റെ നീളം. പശ്ചിമഘട്ടത്തിന് എത്രയാണ്? 1600 ആണ്. അതിന്റെ പകുതിയുള്ളൂ ഏത്? പൂർവഘട്ടം. 800 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് എക്സാമിന് വന്നത്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നിലാണ് സംഗമിക്കുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വരിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണയാണ്. ഇതും ഈ സെയിം ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. കൃഷ്ണയുടെ കാര്യമാണ് ചോദിച്ചത്. ഉത്ഭവം എവിടാണ്? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. ഈ ഉപദ്വീപീയ നദിയെല്ലാം ചേരുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഏതൊക്കെയാണ്? ഈ 4 ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദിയുടെ ഉത്ഭവം എവിടാണ്? റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡിലെ. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്. അതുപോലെ കാവേരി ബ്രഹ്മഗിരി കുന്നുകളാണ് കർണാടകം. ഇതിന്റെ പോഷക നദിയും ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കാറുണ്ട്. മഹാനദിയുടെ ഏതൊക്കെയാണ്? ഇബ്ബും ടെല്ലുമാണ് മഹാനദിയുടെ. ഇബ്ബ്, ടെല്ല് മഹാനദിയുടെയാണ്. പിന്നെ ഗോദാവരിയുടെ ഏതൊക്കെയാണ്? പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. 3 ഉണ്ട്. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. കൃഷ്ണയുടെ ഏതൊക്കെയാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഏതൊക്കെയാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന. കാവേരിയുടെ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി. 3 ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവ. പോഷക നദി ഇബ്ബും ടെല്ലും. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാന നദികള് പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. പിന്നെ കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ. പോഷക നദി തുംഗഭദ്ര, ഭീമ, കൊയ്ന. കാവേരി ഉത്ഭവം ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകത്തിലെ. പോഷക നദികള് കബനി, ഭവാനി, അമരാവതി. ഇതില് ഗോദാവരിയാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. അതിന്റെ നീളം പഠിക്കണം. എത്രയാണ്? 1465 കിലോമീറ്റർ ആണ്. 1465 കിലോമീറ്റർ ആണ് ഗോദാവരി. 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്.
ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. അതിന്റെ നീളം എത്രയാണ്? 1465 നമ്മൾ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയാണ് പഠിച്ചത്. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടെണ്ണമുണ്ട്. നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത്. ഇത് വന്നു ചേരുന്നത് അറബിക്കടലിലാണ്. മറ്റേ 4 എവിടാണ്? ബംഗാൾ ഉൾക്കടലിലായിരുന്നു. ഇത് പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്? നർമ്മദയും താപ്തി. അറബിക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. നർമ്മദയുടെ ഉത്ഭവം എവിടാണ്? അമർകണ്ടകാണ്. മധ്യപ്രദേശിലെ അമർകണ്ടകാണ്. പ്രധാന പോഷക നദികൾ ഹിരൺ, ബെൻജാർ. ഏതൊക്കെയാണ് നർമ്മദയുടെ പ്രധാന പോഷക നദികൾ? ഹിരൺ, ബെൻജാർ. താപ്തിയുടെ ഉത്ഭവം മുൾത്തായ് ആണ്. മധ്യപ്രദേശിലെ മുൾത്തായ് ആണ് ഉത്ഭവം. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? പൂർണ്ണയും ഗിർണയുമാണ്. താപ്തിയുടെ ഏതൊക്കെയാണ്? പൂർണ്ണയും ഗിർണയുമാണ്. നമ്മൾ ഉപദ്വീപീയ നദികൾ പഠിച്ചു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിമാലയൻ നദിയുണ്ട്, അതും ജസ്റ്റ് നോക്കണം. ഇനി അടുത്ത എക്സാമിന് ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. ഹിമാലയൻ നദികൾ 3 ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധുവിന്റെ ഉത്ഭവം മാനസരോവര തടാകത്തിനടുത്തുള്ള ബോഗർജു ഹിമാനി. മാനസരോവര തടാകത്തിനടുത്ത് ബോഗർജു ഹിമാനിയിൽ നിന്നാണ് സിന്ധുവിന്റെ ഉത്ഭവം. പിന്നെ അടുത്തത് ഗംഗാ നദി. ഗംഗോത്രി ഹിമാനിയിലെ ഗോയ്മുഖാണ് ഉത്ഭവം. അതിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, ഘാഗ്ര, ഖണ്ഡക്, കോസി. PSC ചോദിക്കുന്നതാണ് ഗംഗയുടെ പോഷക നദി യമുന, ഘാഗ്ര, ഖണ്ഡക്, കോസി. പിന്നെ പഠിക്കേണ്ടത് ബ്രഹ്മപുത്രയുടെ ഉത്ഭവമാണ്. മാനസരോവര തടാകത്തിനടുത്ത് ചേമയങ്കും ഹിമാനിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം. ഈ ബ്രഹ്മപുത്രയും പോഷകത ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെയാണ് ദിബാങ്, ലോഹിത്, മാനസ്. ദിബാങ്, ലോഹിത്, മാനസ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. പിന്നെ ഇത് വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. ലോകത്തിന്റെ നെറുകെ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ചുരമുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചാണ്. ആദ്യത്തേതാണ് ബെനിഹാൽ ചുരം. ഈ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ബെനിഹാൽ ചുരമാണ്, പഠിച്ചു വെക്കണം. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബെനിഹാൽ ചുരമാണ്. ഇതൊക്കെ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. കാണാത്തവര് അതൊക്കെ കാണുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നുള്ള 2 ചുരം ബാരാലാച്ല ചുരവും റോഹുതാങ് ചുരവുമാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബാരാലാച്ല ചുരം. അതുപോലെ റോഹുതാങ് ചുരം കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് റോഹുതാങ് ചുരം. ബാരാലാച്ല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് റോഹുതാങ് ചുരമാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? കടൽക്കാറ്റ്. പഴയ SCERT ആണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കാറ്റിന്റെ ഉറവിടം തേടി. ഈ ചാപ്റ്ററിൽ കടൽക്കാറ്റിനെ കുറിച്ചും കരക്കാറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിന്റെ ഫലമായിട്ട് കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായിട്ട് ഉയരും. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകും. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്നും തീരത്തേക്ക് വീശും. ഇതാണ് കടൽക്കാറ്റെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് കരക്കാറ്റാണ്. കരക്കാറ്റ് രാത്രി കാലങ്ങളിലാണ്. കടൽക്കാറ്റ് പകൽ സമയമാണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. കടൽക്കാറ്റ് പകൽക്കാറ്റെന്ന് ഓർത്താൽ മതി. പകൽ സമയത്താണ്. രാത്രി കാലങ്ങളിലാണ് ഏത്? കരക്കാറ്റ് വരുന്നത്. രാത്രി കാലങ്ങളില് കരയാണെങ്കിൽ കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കും. അതുമൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും. ഇത് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നതിന് ഇടയാകും. ഇവയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുന്നത് കടൽക്കാറ്റ് പകൽ സമയമാണ്, കരക്കാറ്റ് രാത്രി കാലങ്ങളിലാണ്. അപ്പം ജോഗ്രഫിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റ് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്